തിരികെ വാർത്തകളിലേക്ക് നമ്മൾ പാലക്കാട്ടേക്ക് തന്നെയാണ് പോകുന്നത്. CPM നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് PK ശശി. ജില്ലാ സെക്രട്ടറി സ്പിരിറ്റ് കച്ചവടക്കാരൻ ആണ് പാർട്ടി സെക്രട്ടറിയെ തീരുമാനിക്കുന്നത്. മദ്യപാന സദസ്സിലാണ് വിളിച്ചു ചേർത്തത്. വിമതരുടെയല്ല വിപ്ലവകാരുടെ കൺവെൻഷൻ എന്നാണ് PK ശശി പറഞ്ഞതോടൊപ്പം തന്നെ ഗുരുതരമായ ചില ആരോപണങ്ങളും കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. DYFI അടക്കമുള്ള സംഘടനകളിൽ മദ്യവും മയക്കുമരുന്നും അടക്കം വിളമ്പുന്നതടക്കമുള്ള വാർത്തകൾ, ആ ഒരു തലത്തിലുള്ള വെളിപ്പെടുത്തലുകൾ PK ശശി നടത്തിയിരിക്കുന്നു. നമ്മൾക്ക് വിവരം നൽകാൻ അരുൺ ആലത്തൂരുണ്ട്. അരുൺ, ഇപ്പോൾ PK ശശി പറയുന്ന തരത്തിലാണെങ്കിൽ അത് വെറും ഒരു വിമർശനമായി കാണാൻ കഴിയുന്നതല്ല, കേരളം ഭയക്കേണ്ടുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. PK ശശിയുടെ ഭാഗത്തു നിന്ന് നിശ്ചിതമായ വിമർശനങ്ങളാണ് CPM-നെതിരെ ഉണ്ടായിരിക്കുന്നത്. CPM-ന്റെയും DYFI-യുടെയും ഒക്കെ പാലക്കാട്ടെ നേതൃത്വത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ശശി പറയുന്നത് താൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് എത്തുന്നതിന് നിർബന്ധിതരായി മാറിയതാണ് എന്നുള്ളതാണ്. ഇതൊരു വിമത കൺവെൻഷൻ അല്ല, തെറ്റായ നയങ്ങൾക്കെതിരെ പൊരുതുന്ന ഉച്ചിലുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ കൺവെൻഷൻ ആണെന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടായിരുന്നു PK ശശി അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചത്. അതിനുശേഷം പിന്നീട് PK ശശിയുടെ ഭാഗത്തു നിന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം എന്നുള്ളത് CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ EN സുരേഷ് ബാബുവിനെതിരെ നിശ്ചിതമായ വിമർശനം ഉന്നയിക്കുകയായിരുന്നു. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഒരു കള്ള് കച്ചവടക്കാരനാണ്, കള്ളിൽ സ്പിരിറ്റ് കലർത്തുന്ന സ്പിരിറ്റ് കച്ചവടക്കാരനാണെന്ന് ഉൾപ്പെടെ അദ്ദേഹത്തെ വിമർശിക്കുകയായിരുന്നു ചെയ്തത്. സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ സ്പിരിറ്റ് കച്ചവടം നടത്തുന്നു. കള്ള് കച്ചവടം വേണമെങ്കിൽ നടത്തിക്കോട്ടെ, പക്ഷേ ആ കള്ളിൽ സ്പിരിറ്റ് കലക്കി കച്ചവടം ചെയ്യുന്നത് തെറ്റാണ് എന്നുൾപ്പെടെ സുരേഷ് ബാബുവിനെ വിമർശിക്കുകയുണ്ടായി. മാത്രമല്ല പാർട്ടിയിലേക്ക് കോൺഗ്രസിന്റെ പല നേതാക്കളെയും എത്തിക്കുകയുണ്ടായി. അതൊക്കെ അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തത് ഗോവയിൽ പോയി, ഗോവയിലൊരു കള്ള് മദ്യ സൽക്കാര സഭ ചേർന്നുകൊണ്ട് അവിടെ നിന്നാണ് പല തീരുമാനങ്ങളും EN സുരേഷ് ബാബു എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല പലരെയും വെട്ടിനിരത്തുകയാണ്. അതായത് EN സുരേഷ് ബാബുവിൻ്റെയും CPM-ന്റെ പാലക്കാട് ജില്ലാ നേതൃത്വത്തിൻ്റെയും വെട്ടിതൂക്കുന്ന ആളുകളെ ഒപ്പം ചേർത്തുകയും അതല്ലാത്തവരെ മുഴുവൻ വെട്ടിനിരത്തുകയാണ് ചെയ്തത്. പലയിടത്തും തെറ്റുകളെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ഓരോ പാർട്ടി പ്രവർത്തകരെയും സഖാക്കളെയും വലിയ രീതിയിൽ ക്രൂശിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ക്രൂശിച്ച ആളുകളാണ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന പലരും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല PM ആഷോയുടെ പേരെടുത്ത് പറയാതെ വിമർശിക്കുകയുണ്ടായി. എറണാകുളത്ത് നിന്ന് വന്ന ഇയാൾക്ക് ചാരാതെ നിൽക്കാൻ കഴിയില്ല, ഇങ്ങോട്ട് ഭീഷണി വേണ്ടെന്ന് മുന്നറിയിപ്പ് ആഷോയ്ക്ക് നേരെ ഉന്നയിച്ചു. നേരത്തെ ആഷോ ശശിയെ പരസ്യമായി ഭീഷണിപ്പെടുത്തിയ സാഹചര്യത്തിലായിരുന്നു ആഷോയ്ക്ക് നേരെയുള്ള വിമർശനമുണ്ടായത്. മറ്റൊരു കാര്യം, വളരെ ശ്രദ്ധേയമായിട്ടുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് DYFI യൂത്ത് സെന്ററിൽ, അതായത് പാലക്കാട് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന DYFIയുടെ യൂത്ത് സെന്ററിൽ കള്ളും കഞ്ചാവുമാണ് വിതരണം ചെയ്യുന്നത്. ആ കള്ളും കഞ്ചാവും വിതരണം ചെയ്യുന്നത് CPM-ന്റെ DYFIയുടെ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവരാണ് ഈ കള്ളും കഞ്ചാവും